പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് വളരെ പ്രയാസവും ബുദ്ധിമുട്ടുകളും ഉണ്ടായ ഒരു വ്യക്തിയോട് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ജമാഅത്തിന് വരണം എന്നാണ്. ആ ഹദീസുകൾക്ക് മുമ്പിൽ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾ ഇന്ന് പറയാറുള്ള സാധാരണ പല പ്രതിബന്ധങ്ങളും ഈ സ്വഹാബിയുടെ പ്രതിബന്ധം കേട്ടാൽ ഒന്നുമല്ല. നമുക്കൊന്നും ഈ സ്വഹാബിയുടെ പ്രയാസങ്ങൾ കേട്ടാൽ നമുക്ക് ജമാഅത്തിന് പങ്കെടുക്കാതിരിക്കാനും ഒരു ബുദ്ധിമുട്ടില്ല എന്ന് തോന്നിപ്പോകും. അത്ര രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഈ സ്വഹാബി പറയുന്നത്. ആരാണ്? അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹു. കണ്ണ് കാണില്ല, അന്ധനായ മനുഷ്യനാണ്. ഖുർആനിൽ പരാമർശമുള്ള ഒരു വ്യക്തിയാണ്. അബസ വതവല്ല അൻ ജാഅഹുൽ അഅമാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ലാഹു തആല വേറൊരു സംഭവം. ആ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഒന്നാമത് അദ്ദേഹത്തിന് കാഴ്ചയുള്ള അന്ധനാണ്. രണ്ടാമതായി അദ്ദേഹത്തിന് പറ്റിയ ഒരാൾ പള്ളിയിൽ കൊണ്ടാക്കി കൊടുക്കാൻ ഒരാളില്ല, വഴികാട്ടിയില്ല. മൂന്നാമത്തത് പള്ളിയിൽ നിന്ന് വീട് കുറേ ദൂരെയാണ്. ഇതൊക്കെ അദ്ദേഹം കാരണം പറയുന്നുണ്ട് വിവിധ ഹദീസുകൾ. നാലാമത്തത് വഴിക്ക് നടന്നു വരുന്ന സ്ഥലത്ത് ഈത്തപ്പനവും മരവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ പല ബുദ്ധിമുട്ടുകളുണ്ട്, പ്രായമായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ഇദ്ദേഹം ചെന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇന്നഹു ലൈസ ലീ ഖായിദുൻ യഖൂദുനി ഇലൽ മസ്ജിദ്, പള്ളിയിലേക്ക് എന്നെ പിടിച്ചു കൊണ്ടുവരാൻ പറ്റിയ ഒരു ഖായിദ് എനിക്കില്ല. പലപ്പോഴും അയാൾ ഞാൻ പറഞ്ഞത് കേൾക്കൂല. ഫസഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയോട് അദ്ദേഹം ചോദിച്ചു, അൻ യുറഖിസ ലഹു ഫയുസല്ലി ഫീ ബൈതി, ഞാൻ വീട്ടിൽ നിസ്കരിച്ചോട്ടെ, ഞാൻ എല്ലാ ദിവസവും വീട്ടിൽ നിസ്കരിച്ചോട്ടെ എന്ന് ചോദിച്ചു. ഫറഖസ ലഹു, നബി അദ്ദേഹത്തിന് ആദ്യം ശരി വീട്ടിൽ നിസ്കരിച്ചോന്നു. നബിയുടെ ഇജ്തിഹാദ് പ്രകാരം, നബിയുടെ ഗവേഷണ പ്രകാരം റസൂലുള്ളാഹി അങ്ങനെയാണ് അപ്പൊ മറുപടി കൊടുത്തത്. പക്ഷെ പെട്ടെന്ന് നബിക്ക് പിന്നീട് വഹി കിട്ടിയാണ്. ഫലമ്മാ വല്ല, അദ്ദേഹം പോയപ്പോ ദഅഹു, മടക്കി വിളിച്ചു. ഫഖാല, എന്നിട്ട് ചോദിച്ചു, ഹൽ തസ്മഉ നിദാ ബിസ്സലാ, ബാങ്ക് നിന്റെ വീട്ടിൽ കേൾക്കുവോ? ഹയ്യാല സ്വലാ, നിസ്കരിക്കാൻ വരീന്ന് നീ കേൾക്കുവോ? ഖാല നഅം, അതെ കേൾക്കും നബി. എങ്കിൽ അജിബ്, ഉത്തരം ചെയ്യണം, വരണം. ഈ സഹാബിയുടെ ഈ പ്രതിബന്ധങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമുക്കിന്ന് ജമാഅത്തിന് പങ്കെടുക്കാതിരിക്കാൻ എന്ത് പ്രതിബന്ധമാണുള്ളത്? കണ്ണിനൊരു കുഴപ്പമില്ല, അവയവത്തിന് നിങ്ങൾക്കൊരു കുഴപ്പമില്ല, വഴിയിൽ ബുദ്ധിമുട്ടുകളില്ല, പ്രയാസങ്ങളില്ല, വളരെ അടുത്ത് പള്ളികൾ, മഴത്തിന് പല സ്ഥലങ്ങളിലും നീണ്ടു നിവർന്നിരിക്കുന്ന പള്ളികൾ, അവിടെയൊക്കെ ഈ പ്രയാസങ്ങൾ ഉണ്ടായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് എന്താ പറയുന്നത്? വരണം, വരുന്നേണ് നല്ലത് എന്ന രൂപത്തിലുള്ള കർശനമായ നിയമം തന്നെയാണ് അദ്ദേഹത്തോട് പറയുന്നത് എന്നർത്ഥം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മുഫസ്സിരീങ്ങൾ പറയുന്നത്, അന്ധന്മാരായ ആളുകൾക്ക് വഴികാട്ടിയില്ലെങ്കിലും അവർക്ക് സാധാരണ നടക്കുന്ന വഴി അറിയാം. അതുകൊണ്ടാണ് നബി അദ്ദേഹത്തോട് പറയുന്നത്, നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേക ആളില്ലെങ്കിലും നിങ്ങൾ ഇത്തിരി പ്രയാസം സഹിച്ചാലും വരുന്ന വേണം എന്ന് പറയാൻ കാരണം. അപ്പൊ അതാണ് ഈ വിഷയത്തിൽ മുഫസ്സിരീങ്ങളും പണ്ഡിതന്മാരും ഒക്കെ കാര്യമായിട്ട് എടുത്തുദ്ധരിക്കുന്ന പ്രവാചക തിരുമേനിയുടെ കാലത്തിലുള്ള സംഭവം. ഒരുപാട് ഹദീസിന്റെ കിതാബുകളിൽ ഇതേ സംഭവം തന്നെ തിരിച്ചും മറിച്ചും വിശദീകരണങ്ങളോടുകൂടെയും ചുരുക്കിയും പരത്തി പറഞ്ഞുമൊക്കെ നമുക്ക് ഈ ഹദീസുകൾ കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ സ്വഹീഹായ ഹദീസാണ്. ബുഖാരി മുതൽ പിടിച്ച് മുസ്ലിം, അബൂ ദാവൂദ് എല്ലാ ഹദീസിന്റെ കിതാബുകളിലും ഈ ഒരു അന്ധനായ മനുഷ്യൻ നബിയോട് വന്നിട്ട് ഇളവ് ചോദിക്കുകയും ഇളവില്ല എന്ന് പറയുകയും ചെയ്ത സംഭവത്തെപ്പറ്റി പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം, ജമാഅത്തായിട്ട് നിർവഹിക്കൽ വളരെ അനിവാര്യമായി കണിശമായി നമ്മൾ പാലിക്കേണ്ടുന്നൊരു സംഗതിയാണ്.